ക്വചിത് ചിലപ്പോൾ ച കളഹംസാനം അറിയന്നങ്ങളുടെ അനുകൂജതി കൂജിതം കൂകൽ അനുകരിക്കുന്നു. അഭിനൃത്യതി മുന്നിൽ നൃത്തമാടുന്നു. നൃത്യന്തം നൃത്തം ചെയ്യുന്ന. ബർഹിണം ഒരു മയിൽ. ഹാസയൻ ചിരിപ്പിക്കുന്നവനായി. ക്വചിത് ചിലപ്പോൾ. മേഘ മേഘങ്ങളെപ്പോലെ. ഗംഭീരയ ഗൗരവമാർന്ന. വാച അദ്ദേഹത്തിന്റെ നാദത്തിനാൽ. നാമഭി പേരുകൾ കൊണ്ട്. ദൂരകാൻ ദൂരേക്ക് മേഞ്ഞ് കൂട്ടം വിട്ടുപോയ. പശൂൻ പശുക്കൾ. ക്വചിത് ചിലപ്പോൾ. അഹ്വയതി അദ്ദേഹം വിളിക്കുന്നു. പ്രീത്യ സ്നേഹത്തോടെ. ഗോക്കളോടും. ഗോപാല ഗോപബാലന്മാരോടും. മനജ്ഞയ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. ചിലപ്പോൾ വൃന്ദാവനത്തിലെ തേനീച്ചകൾ നിർവൃതി മൂലം മതോന്മത്തരായി കണ്ണുകൾ അടച്ച് പാടാൻ തുടങ്ങി. ഗോപബാലന്മാരും ബലദേവനുമൊത്ത് കാട്ടുപാതയിലൂടെ നടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ. കൂട്ടുകാർ തന്റെ ലീലകൾ വാഴ്ത്തിപ്പാടവേ തേനീച്ചകളുടെ ഗാനം അനുകരിച്ച് അവയോട് പ്രതികരിക്കും. ചിലപ്പോൾ ഭഗവാൻ തത്തയുടെ കുറുകലും കുയിലിന്റെ മധുരകൂജനവും ചിലപ്പോൾ ഹംസധ്വനികളും അനുകരിക്കും. ചിലപ്പോൾ തന്റെ ഗോപബാലമിത്രങ്ങളെ ചിരിപ്പിച്ചുകൊണ്ട് ശക്തിയായി മയിലിന്റെ നൃത്തമനുകരിക്കും. ചിലപ്പോൾ ഇടിമുഴക്കം പോലെ ഗംഭീരമായ സ്വരത്തിൽ അതിസ്നേഹത്തോടെ മേഞ്ഞകന്നുപോയ പശുക്കളെ വിളിക്കുകയും അങ്ങനെ പശുക്കളുടെയും ഗോപബാലന്മാരുടെയും മനസ്സുകളെ മയക്കുകയും ചെയ്യും. പവർത്തം ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണൻ ചിലപ്പോൾ കൂട്ടുകാരോട് ഇത് നോക്കൂ, ആ മയിലിന് ശരിയാവണ്ണം നൃത്തമാടാൻ അറിയില്ല എന്നു തമാശ പറഞ്ഞുകൊണ്ട് മയിലിന്റെ നൃത്തം ചടുലതയോടെ ആവിഷ്കരിച്ച് കൂട്ടുകാരെ പൊട്ടിച്ചിരിപ്പിക്കുമെന്ന് ശ്രീല സനാതന ഗോസ്വാമി വിവരിക്കുന്നു. വൃന്ദാവനത്തിലെ വണ്ടിൻകൂട്ടം കാട്ടുപൂക്കളിലെ തേൻ കുടിക്കുകയും ഭഗവാന്റെ സംസർഗം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അവ ലഹരിയിൽ ഉന്മത്തരായി. അങ്ങനെ അവ കണ്ണുകളടച്ച് നിർവൃതിയോടെ മൂളലിലൂടെ അവരുടെ തൃപ്തി പ്രകടിപ്പിച്ചു. ഈ മൂളലും ഭഗവാൻ വിദഗ്ധമായി അനുകരിക്കുമായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 13. ചകോര ക്രോഞ്ച ചക്രവാഹ ഭരദ്വജാംശ്ച ബർഹിണാം അനുരൗതി സ്മാ സത്വാനാം ഭീതവദ് വ്യാഘ്രസിംഹയോ. ചകോര ക്രൗഞ്ച ചക്രാഹ്വാം ഭരദ്വാജാംശ്ച ബർഹിണാം അനുരൗതി സ്മാ സത്വാനാം ഭീതവദ് വ്യാഘ്രസിംഹയോ. ചകോര ക്രൗഞ്ച ചക്രാഹ്വാം ഭാരതാംശ്ച ബർഹിണാം അനുരൗതി സ്മാ സത്വാനാം ഭീതവദ് വ്യാഘ്രസിംഹയോ. സമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചകോര ക്രൗഞ്ച ചക്രാഹ ഭാരദ്വജാംശ ബർഹിണ അനുരൗതി സ്മാ സത്വാനാം ഭീതവദ് വ്യാഘ്രസിംഹയോ. ചകോര ക്രൗഞ്ച ചക്രാഹോ ഭാരദ്വജാഞ്ച. ചകോരം ക്രൗഞ്ചം ചക്രവാകം ഭാരദ്വാജം എന്നീ പക്ഷികൾ. ബർഹിണ മയിലുകൾ. അനുരൗതി സ്മ അദ്ദേഹം അനുകരിച്ച് ശബ്ദിക്കുകയും ചെയ്യുന്നു. സത്വാന മറ്റു ജന്തുക്കളോടൊപ്പം. ഭീതവത് ഭയപ്പെട്ടവനെ പോലെ ഭാവിക്കുക. വ്യാഘ്രസിംഹയോ കടുവകളിലും സിംഹങ്ങളിലും നിന്ന്. വിവർത്തനം. ചിലപ്പോൾ ശ്രീകൃഷ്ണൻ ചകോരം ക്രൗഞ്ചം ചക്രവാകം ഭാരദ്വാജം മയിൽ തുടങ്ങിയ പക്ഷികളുടെ ശബ്ദങ്ങൾ അനുകരിച്ച് ഒച്ചയ്ക്കും. ചിലപ്പോൾ സിംഹത്തെയും കടുവയെയും ഭയന്നവനെ പോലെ ചെറിയ മൃഗങ്ങളോടൊപ്പം ഓടും. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീലാ പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. ശ്രീകൃഷ്ണ ഭഗവാൻ സാധാരണ കുട്ടികളെ പോലെ തന്നെ കളിക്കുകയും ചെറിയ ജന്തുക്കളോടൊപ്പം സിംഹവ്യാഘ്രങ്ങളെ ഭയക്കുന്നതായി അഭിനയിച്ച് ഓടുകയും ചെയ്തു എന്നാണ് ഭീതവത് എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭഗവാന്റെ വാസസ്ഥാനമായ വൃന്ദാവനത്തിൽ സിംഹങ്ങളും കടുവകളും അക്രമാസക്തരല്ല. അതിനാൽ അവരെ ഭയക്കേണ്ടതുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 14. ക്വചിത് ക്രീഡാ പരിശ്രാന്തം ഗോപോ സംഗോപഹണം സ്വയം വിശ്രമയാത്യാർത്ഥം പാദസംവാഹനേ ദിവി. ക്വചിത് ക്രീഡ പരിശ്രാന്തം ഗോപസംഗോപഹരണം സ്വയം വിശ്രമയന്തി ആര്യം പാദസംഭാസനാദിഭി.
क्वचित् क्रीडापरिश्रान्तं गोपोत्सङ्गोपहर्षणं स्वयं विश्रमयात्यार्थं पादसंवाहनादिभिः. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. ക്വചിത് ചിലപ്പോൾ, ക്രീഡ കളികള, പരിശ്രാന്തം ക്ഷീണിച്ച, ഗോപ ഒരു ഗോപകുമാരന്റെ, ഉത്സംഗ മടിത്തട്ട്, ഉപബർഹണം തലയിണയാക്കി, സ്വയം തന്നെത്താൻ, വിശ്രമയതി വിശ്രമിക്കുന്നു, ആര്യം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ, പാദസംവാഹന ആദിഭ്യഹി കാൽ തലോടിയും മറ്റു സേവനങ്ങൾ ചെയ്തു. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. കളിച്ചു തളർന്ന് ഏതെങ്കിലും ഗോപബാലന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ജ്യേഷ്ഠന്റെ പാദങ്ങൾ തടവിയും മറ്റും അദ്ദേഹത്തിന്റെ ക്ഷീണം മാറ്റിക്കൊടുക്കുവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ സഹായിക്കും. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമന്റെ പാദങ്ങൾ തടവിയും വീശിക്കൊടുത്തും നദിയിൽ നിന്ന് കുടിക്കാൻ ജലം കൊണ്ടുകൊടുത്തുമൊക്കെ സേവിച്ചുവെന്ന് പാദസംവാഹന നാദിഹി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നൃത്യതോ ഗായ ശ്ലോകം 15. നൃത്യതോ ഗായത ക്വാപി വൽഗതോ യുധ്യതോ മിഥാം ഗൃഹീതഹസ്തോ ഗോപാലാൻ അസന്തോ പ്രശംസതു. നൃത്യതോ ഗായത ക്വാപി വൽഗതോ വ്യഗ്രതോ മിഥാം ഗൃഹീതഹസ്തോ ഗോപാലാൻ അസന്തോ പ്രശംസതു. നൃത്യതോ ഗായത ക്വാപി വൽഗതോ യുധ്യതോ മിഥാം ഗൃഹീതഹസ്തോ ഗോപാലാൻ അസന്തോ പ്രശംസതു. സുപുഷ്പവും. കൃഷ്ണ വൽഗതോ യുധ്യതോ മിതാഃ ഗൃഹീതഹസ്തോ ഗോപാലാൻ അസന്തോ പ്രശംസതു. പ്രധാന പദാർത്ഥം. നൃത്യത പാടുന്നവരും, ഗായത പാടുന്ന, ചില ചാടുന്ന, ഹസ്ത ചിരി പ്രശംസതു അവർ പ്രശംസിച്ചു. മഹാരാജ് കി ജയ്. ചിലപ്പോൾ ഗോപബാലർ ആടുകയും പാടുകയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രവൃത്തികളെ ചിരിച്ചുകൊണ്ട് പ്രശംസിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 16. ക്വചിത് പല്ലവതൽപേഷു നിയുദ്ധാശ്രമകർഷിതഃ വൃക്ഷമൂലാശ്രയാശ്രേതേ ഗോവത്സംഗോപഹർഷണാം. ക്വചിത് പല്ലവതൽപേഷു നിയുദ്ധാശ്രമകർഷിതഃ വൃക്ഷമൂലാശ്രയാശ്രേതേ ഗോവത്സംഗോപഹർഷണാം. ക്വചിത് പല്ലവതൽപേഷു നിയുദ്ധാശ്രമകർഷിതഃ വൃക്ഷമൂലാശ്രയാശ്രേതേ ഗോവത്സംഗോപഹർഷണാം. ഗീതമാജി. ഹരേ കൃഷ്ണ. ക്വചിത് ചിലപ്പോൾ, പല്ലവ തൽപേഷു ഇളം തളിരുകളും മൊട്ടുകളും കൊണ്ടുണ്ടാക്കിയ കിടക്കയിൽ, നിയുദ്ധ യുദ്ധം മൂലമുള്ള, ശ്രമ കർഷിത ക്ഷീണത്താൽ തളർന്ന്, വൃക്ഷ മരത്തിന്റെ, മൂല ചുവടിനെ, ആശ്രയിച്ച്, ഛേദേ ശയിക്കുന്നു, ഗോപള സംഘ ഗോപന്റെ മടിത്തട്ടിനെ, ഉപബർഹണ തലയിണയാക്കി. വിവർത്തനം. ചിലപ്പോൾ കൃഷ്ണൻ മല്ലയുദ്ധം നടത്തി തളർന്ന് വൃക്ഷച്ചുവട്ടിൽ തളിരും മുട്ടും കൊണ്ടുണ്ടാക്കിയ ശയ്യയിൽ ഏതെങ്കിലും ഗോപബാലന്റെ മടിത്തട്ട് തലയിണയാക്കി കിടക്കും. ഭാവാർത്ഥം. ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. കൃഷ്ണ ഭഗവാൻ പല രൂപങ്ങളായി വികസിച്ച് കൂട്ടുകാർ ഉത്സാഹപൂർവം പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പൂന്തളിർ മെത്തയിൽ ശയിച്ചു എന്നായിരിക്കണം പല്ലവ തൽപേഷു എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. ജ്ഞാനതിമ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ
ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശിവശാഖാന്വിതാംശ്ച. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശിവാശഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്രപേമാഢ്യ രൂപാനുഗ ഭക്തിദാം ഗൗരകരുണാശക്തിവിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗ വിരുധവ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായ തേ. ഗൗരാവിർഭവമേ സംനിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപാസനാഥന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ടദാസ രഘുനാഥ ഏച്ചായ ഘോഷായ കോരിചരൺ ബന്ധൻ ജാമോത് വിഘ്നാനാശ അഭീഷ്ടപൂരൺ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. നമോ മഹാധന്യായ കൃഷ്ണ പ്രേമവൃതായ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരതിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നസുദേ. ജയതാം സദോ പങ്കോർ മമ മന്ദമതേർഗതി മത്സർവസ്വപദാംബോജോ രാധാ മദനമോഹനോ. ദിവ്യാവൃന്ദാരണ്യകൽപതുമതാ ശ്രീമദ്നാഗരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാരവി സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രസരസാരംഭി വംശീവടതളസ്രഹാ കർഷൻ വേണുസ്വനേ ഗോപി ഗോപിനാഥ ശ്രീയേതുനാ. തപ്തകാഞ്ജന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭുത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാം രാം ഹരേ ഹരേ. വാച ഏവം വൃന്ദാവൻ ശ്രീമദ് കൃഷ്ണ പ്രീതമനാഹ പശൂൻ രേമേ സഞ്ചാരൻ അദ്രവേ അദ്രേ സരിരോദസു സാനുഗാ. Shri Goswami said, thus expressing his satisfaction with the beautiful forests of Vrindavana and its inhabitants, Lord Krishna enjoyed tending the cows and other animals with his friends on the banks of the river Yamuna below Govardhana hill. വൃന്ദാവനത്തിലിരിക്കുന്ന സകല ചരാചരങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടും ഭഗവാന്റെ സേവയ്ക്കും വേണ്ടിയിട്ട് നിലനിൽക്കുന്നു എന്ന് ശിവ ഗോസ്വാമി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ അതിൽ വളരെ പ്രീതനാണ്. കാരണം കൃഷ്ണൻ അത് സന്തോഷിക്കും. തൻ്റെ ഉറ്റവരായിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ഭക്തന്മാർ, അത് മരമായാലും ശരി അല്ലെങ്കിൽ ഗോപനായാലും ശരി, തന്നെ ഇത്രയും ആ സേവ ചെയ്യുന്നു. അവരെല്ലാ വിഭവങ്ങളും എടുത്തിട്ട് ഭഗവാനെ സേവ ചെയ്യണം. ഇപ്പോഴും ആ ഭഗവാന്റെ സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ടും
അങ്ങനെ സ്വയം പാടി സ്വയം തീർത്ഥമായി ഭവിക്കുകയാണ് അവർ. അത്രയും പ്യൂരിഫിക്കേഷൻ. ഭഗവാന്റെ നാമം എന്നൊക്കെ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ സകല ആൾക്കാർക്കും ശുദ്ധി ഉണ്ടാവും, പ്യൂരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളെ നമ്മൾ കാണുകയാണെങ്കിൽ അതാണ് ഏതെങ്കിലും തീർത്ഥത്തിൽ പോണേക്കാളും നല്ലത് എന്ന് ശ്രീമദ് ഭാഗം പറയുന്നു. ഏറ്റവും വലിയ തീർത്ഥം എന്നുള്ളത് വിതുര പറയുന്നുണ്ട്, വിതുര പറയുന്നുണ്ട്, അതിലെ ഏറ്റവും നല്ല തീർത്ഥം എന്നുള്ളത് ഭഗവാന്റെ പ്യുവർ ഡിവോട്ടീസ് ആണ്. എങ്ങനെ പ്യുവർ ഡിവോട്ടീസ് ആയി? ഇപ്പൊ നോക്കിയാലും ഭഗവാനെ മാത്രം ചിന്ത, ഭഗവാനെ മാത്രം ഗ്ലോറിഫിക്കേഷൻ, ഭഗവാനെ മാത്രം സ്തുതി, ഇത് മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് അവർ സ്വയം തീർത്ഥമായിട്ട് വരികയാണ്. അവിടെയുള്ള പക്ഷികൾ പോലും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്ന ഉച്ചത്തിൽ സംസാരിക്കുന്നത് വേദഗീതങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അവിടെ എല്ലാവർക്കും വേറെ ചിന്തയില്ല, ഭഗവാനെ സേവ ചെയ്യണം, ഭഗവാനെ പ്രീതിപ്പെടുത്തണം മാത്രമേ. ഭൂമിയാണെങ്കിൽ സകലതര പശുക്കൾ, പുല്ലുകളും ചെടികളും വൃക്ഷങ്ങളും നാനാതരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്ന കൽപ്പവൃക്ഷങ്ങൾ, പിന്നെ ധാരാളം അമൂല്യമായ വസ്തുക്കൾ, രത്നങ്ങൾ, അതിന് കുംഭാരം പോലെ പ്രധാനം മുഴുവൻ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള പുഷ്പങ്ങളും ചെടികളും അല്ല അതിൻ്റെ ഇലകളെല്ലാം പറിച്ച് കൃഷ്ണൻ ബലരാമൻ അതെല്ലാം പറിച്ച് ശരീരത്തിലെ ഡ്രസ്സായിട്ട് അവർ വെക്കുന്നത്. അരുവികളാണെങ്കിൽ എപ്പോഴും കളകളാശബ്ദത്തോടി നിറഞ്ഞ് കവിഞ്ഞ് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. മന്ദമാരുതൽ വന്നിരുമ്പോൾ അതിരിക്കുന്ന താമരപ്പൂക്കളുടെ ഗന്ധം സകലതിക്കും പ്രധാനം മുഴുവൻ താമരപ്പൂവിൻ്റെ ഗന്ധമാണ്. അത്രയും ക്ലിയർ ആയിട്ടുള്ള സ്ഫടികം പോലത്തെ വെള്ളമുള്ള തടാകങ്ങളും നല്ല മന്ദമാരുതം, വളരെയധികം സുഗന്ധം വരുന്ന മന്ദമാരുതൻ, അതിൽക്കൂടി തഴുകി പോകുമ്പോൾ വൃന്ദാവനത്തിൻ്റെ ആറ്റ്മോസ്ഫിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം സുന്ദരം ചെവിക്കും കണ്ണിനും മൂക്കിനും ഒരുപോലെ ആനന്ദം നൽകുന്ന ഒരു പ്രദേശമാണ് വൃന്ദാവനം എന്നൊക്കെ മനസ്സിലാക്കാം. അവിടേക്ക് ഗോപന്മാരും ഗോപിമാരെല്ലാം ഭഗവാന്റെ ആലിംഗനത്തിന് വേണ്ടി കാത്തിക്കുന്നവരാണ്. അപ്പം അങ്ങനെ വൃന്ദാവനത്തിലുള്ള കൃഷ്ണന്റെ കാലഘട്ടം ഇപ്പോൾ നമുക്ക് പോകണ്ട 6 വയസ്സ് മുതൽ 10 വയസ്സുള്ള ആ കാലം വളരെ സന്തോഷത്തോടെ വൃന്ദാവനത്തെ പ്രകൃതിരമണീയമായ കാഴ്ചകൾ മുഴുവൻ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ആസ്വദിച്ചുകൊണ്ട് ആനന്ദം അനുഭവിച്ചുകൊണ്ട് കൃഷ്ണന്റെ ഗോപന്മാരെല്ലാം പശുക്കളെയും ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം വൃന്ദാവനത്തിൻ്റെയും യമുനാ നദിയുടെ തീരത്തിലും പിന്നെ ഗോവർദ്ധൻ പർവ്വതത്തിൻ്റെ താഴ്വരയിലും ഇങ്ങനെ എല്ലാ ദിവസവും കറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ആക്ടിവിറ്റീസ്. പശുക്കളെ മേയ്ക്കുന്നത് ശരിയാണ്, ബാക്കിയെല്ലാം കാര്യം അത് കൂടാണ്ട് വേറെ എന്തൊക്കെയാണ് ചെയ്യണം? കാരണം അവിടെ ഇരിക്കുന്ന വണ്ടുകൾ, തേനീച്ചകളെല്ലാം അവർ ഹൃദയം ഭഗവാന്റെ ഭഗവാന്റെ രൂപം കാണുമ്പോൾ തന്നെ ഭഗവാന്റെ ആ ഗന്ധം നുകരുമ്പോൾ തന്നെ അവർക്ക് ആകെ കൂടി ഭ്രാന്തി ഭക്തി പിടിച്ച് അവരെ കണ്ണൊക്കെ അടച്ച് വേറെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഭഗവാൻ ബലദേവന്തിയും അവിടെ ഇരിക്കുന്ന എല്ലാ പക്ഷികളുടെ പിന്നെ കുരുവികള്, പിന്നെ ഇരിക്കുന്ന വണ്ടുകള്, ഇവരുടെ എല്ലാം ശബ്ദങ്ങള് കൃഷ്ണ അനുകരിച്ചുകൊണ്ടിരിക്കും. പിന്നെ കൂലികള്, കുക്കൂസ്, അവരുടെ എല്ലാം ഗീതങ്ങൾ കൃഷ്ണൻ അനുകരിക്കും. അപ്പോൾ ഈ അനുകരണം ഒരു കലയായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നു, മിമിക്രി ആർട്ടിസ്റ്റ്. പക്ഷെ ഇതെല്ലാം തുടക്കം ഭഗവാൻ നിന്നാണ്. അഹം സർവസ്യ പ്രഭവ, എല്ലാത്തിൻ്റെയും തുടക്കം കൃഷ്ണൻ, എല്ലാം കൃഷ്ണൻ ഉണ്ടാക്കിയാണേ. അപ്പോൾ മിമിക്രികളാട്ടും കൃഷ്ണനിൽ നിന്ന് തന്നെ വന്നേക്കണേ. കൃഷ്ണൻ ചെയ്തിരിക്കും. ഇനിയിപ്പോൾ എന്താ നടനം വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഇനി വരാൻ പോകുന്നു കളിയുടെ. പക്ഷെ അത് കൂടാതെ തന്നെ മൈലുകളായിട്ട് എപ്പോഴും കൃഷ്ണൻ ഡാൻസ് കൊണ്ടിരിക്കും. ഇങ്ങനെ കുട്ടികൾ ഈ മൈലിന് ഡാൻസ് ചെയ്യാൻ അറിയില്ല, അതിൻ്റെ സ്റ്റെപ്സ് ശരിയല്ല, ഞാൻ കാണിച്ചാൽ എങ്ങനെ വേണ്ടതെന്നുള്ളത് എന്നിട്ട് ഭയങ്കര എനർജിയോട് കൂടിയിട്ട് ചാട്ടി തുള്ളി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും.
ഇടയ്ക്ക് കൃഷ്ണനെയും ഗോപിമാരെയും രാധാറാണിക്ക് ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ അവരെങ്ങനെ വശീകരിക്കാനായിട്ട് കൃഷ്ണത്തെ പോലെ സ്റ്റെപ്പൊക്കെ വയ്ക്കും. അപ്പോൾ രാധാറാണി കളിക്കും. ഇതൊക്കെയാണ് ഡാൻസ്. ഈ മയിൽ ചെയ്യുന്ന ഡാൻസ് എത്ര രസമാണ്, എന്ത് അഴകായിട്ടിരിക്കണം. നീ ചെയ്യുന്ന ഡാൻസ് ആണോ, വെറുതെ തുള്ളിച്ചാടുക അല്ലാണ്ട് ഡാൻസ് ആയിട്ട് കണക്കാക്കും ആരെങ്കിലും എന്ന് തന്നെ കൃഷ്ണനെ രാധാറാണിയും ഗോപിമാരെല്ലാം കൂടി കളിയാക്കും. അപ്പോൾ കൃഷ്ണൻ ദേഷ്യപ്പെട്ടിട്ട് അവരെ ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ ഡാൻസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡാൻസ് കൊടുക്കുക. ഇടയ്ക്ക് സ്ഥലത്ത് മോർഗുടി അവിടെ കൃഷ്ണൻ ഇങ്ങനെ രാധാറാണി ഇൻസൾട്ട് ചെയ്തപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു, ഒരു വലിയൊരു മയിലിൻ്റെ വേഷം കെട്ടിയിട്ട് ഗംഭീരമായിട്ട് ഡാൻസിങ് ആരംഭിക്കുകയാണ്. അപ്പോൾ സകല ആൾക്കാരും അട്രാക്റ്റഡായി. അവർ രാത്രി സകല ആൾക്കാരും ഇങ്ങനെ ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്ന മയിലാണത്, ഇങ്ങനെ കണ്ടിട്ട് ഇതുപോലത്തെ മയിലിനെ കണ്ടിട്ട് ഇതുപോലെ ഡാൻസ് ചെയ്യുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല എന്തെങ്കിലും വിചാരിച്ചിട്ട് അവരെ പിന്നാലെ നിൽക്കും. അപ്പോൾ ഇത് ന്യൂസ് രാധാറാണിയുടെ എത്തിയത്, ഇങ്ങനെ വലിയൊരു മയിൽ വന്നുണ്ട്, ഭയങ്കര ഡാൻസ് ചെയ്യും, ഭയങ്കര എക്സ്പേർട്ടാണ്. അപ്പോൾ ഈ മയിലിൻ്റെ ഡാൻസ് കാണാനായിട്ട് ഇവർ പോവാണ്. അപ്പോൾ മയിലിങ്ങനെ ഗംഭീര ഡാൻസ് ചെയ്യും അവിടെ നിന്നിട്ട്. പക്ഷേ ലളിതമാധവൻ നോക്കുമ്പോൾ മയിലിൻ്റെ ഒരു ഭാഗത്ത് ഓടക്കുള്ളു കാണുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് സാധാരണ മയിലില്ല, ഇത് നമ്മുടെ ആള് തന്നെയാണ്. എന്നിട്ട് അത് ഇൻഫോർമേഷൻ രാധാറാണിക്ക് കൊടുക്കും. എന്നിട്ട് കൃഷ്ണൻ്റെ കളത്തിനെ കണ്ടുപിടിക്കണം. അങ്ങനെ പല കളികളും ധാരാളം വിനോദങ്ങൾ മൃഗങ്ങളുമായിട്ടും പശുക്കളായിട്ടും മയിലുകളായിട്ടും തത്തകളെ ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നു. സകല ആൾക്കാരെ കുരുകളായിട്ടും കുരുവികളായിട്ടും വണ്ടുകളായിട്ടും ശലഭങ്ങളായിട്ടും ഗോപന്മാരായിട്ടും ഗോപിമാരായിട്ടും മുതിർന്ന ഗോപന്മാരായിട്ടും അവരെല്ലാവരുമായിട്ട് വലിയൊരു പ്രധാനം ഒട്ടാകെ സകല ചരാചരങ്ങളുടെയും ഒപ്പം അവരെല്ലാം ഹൃദയം കവർന്നുകൊണ്ട് കൃഷ്ണനെ ഇങ്ങനെ രമിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ കൃഷ്ണൻ്റെ ഈ തമാശ ബൂസ്റ്റിങ് കാണിക്കുമ്പോൾ ഗോപന്മാരെ ധസിക്കും. ചിലപ്പോൾ ചില പശുക്കൾ എങ്ങനെ പോയിട്ടുണ്ടാവും, അതിനെ കാണില്ല, അതിങ്ങനെ എവിടേക്കോ പലതിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഗംഭീരമായിട്ടുള്ള മേഘശബ്ദം, ഭയങ്കര ഗർജനത്തോടു കൂടിയിട്ട് ഓരോരുത്തരുടെ പേര് വിളിക്കും, ലക്ഷ്മി, വൈഷ്ണവി എന്നിങ്ങോട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കൃഷ്ണൻ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ തുള്ളിച്ചാടി കൃഷ്ണൻ്റെ ശബ്ദം കേട്ടതോടുകൂടി ഘനഗംഭീരമായിട്ടുള്ള ശബ്ദങ്ങളാണ്. മേഘത്തിനേക്കാൾ ശബ്ദത്തോടെ ഗർജനം പോലെ കൃഷ്ണന്റെ പേരുകളെല്ലാം. കൂട്ടം വിട്ടുപോയ പശുക്കൾ അവർ തിരിച്ചു വിളിക്കാനായിട്ട് പേര് വിളിക്കും. അപ്പോൾ അവരെല്ലാം കൂടി തുള്ളിച്ചാടി കൃഷ്ണൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഇവരുടെ എല്ലാം ആനന്ദം കൃഷ്ണൻ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ പൗഗണ്ഡകാലം കൃഷ്ണൻ കഴിച്ചു കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി കൂടാതെ കൃഷ്ണൻ ഇമിറ്റേഷൻ ആർട്ടിസ്റ്റാണ് കൃഷ്ണൻ, എൻ്റെ എക്സ്പേർട്ടാണ് കൃഷ്ണൻ. ചകോരകൗഞ്ച ചക്തോഹ ഭരദ്വാജാംസ ബർഹിനഃ അനുരൗതി സ്മാ സത്വാനാം ശ്രീമദ് വ്യാഗസിംഹയോ. Sometimes he would cry out imitation of birds such as chakoras, kaunchas, chakavas, bharadwajas, and peacocks. And sometimes he would run away with small animals in mock fear of lions and tigers. അപ്പോൾ ഡാൻസ് മാത്രമല്ല, പാട്ട് മാത്രമല്ല, അത്യാവശ്യം ആക്ടിങ്ങും കൃഷ്ണൻ ചെയ്യും. ശബ്ദം എല്ലാവരുടെയും, എല്ലാ കുരുവികളുടെയും എല്ലാ പക്ഷികളുടെയും ശബ്ദം അനുകരിക്കുകയും കൃഷ്ണൻ. മയിൽ പോലെ ഡാൻസ് ചെയ്യും, മയിലിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അനുകരിച്ചുകൊണ്ട് ഗംഭീരമായി ഡാൻസ് ചെയ്യും. തത്തകളുമായിട്ട് ചങ്ങാത്തങ്ങളും പല തത്തകളും രാധാറാണിയുടെ തത്തകളാണ്, അവരുമായിട്ട് ഒരു പ്രത്യേക അടുപ്പം കൃഷ്ണൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ചെറിയ മൃഗങ്ങളും മാൻപേട, മുയല് എന്നീ പറഞ്ഞ വളരെ എന്താ പറയുക മാർദ്ദമായിട്ടുള്ള വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മൃഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഭയപ്പെടും. ഒരു സിംഹഗർജനത്തെ കേട്ട് കഴിഞ്ഞാൽ, പുലിയുടെ ഗർജനം കേട്ട് കഴിഞ്ഞാൽ അവർ ജയിക്കുമ്പോൾ അവരേക്ക് അടുത്തെത്തി എന്ന് ഭയം കൊണ്ടവരിക്കും. അപ്പോൾ കൃഷ്ണൻ അവരെ സാന്ത്വനപ്പെടുത്താനായിട്ട് അവർക്കും
അപ്പം തന്നെ ഇരുന്നുകൊണ്ട് അവരുടെ ഭയമെല്ലാം നീക്കും. കാരണം ആക്ച്വലി വൃന്ദാവനത്തില് സകല ആൾക്കാരും സകല ജീവാത്മാക്കളും ഒറ്റ സൗഹാർദ്ദം പുലർത്തുന്നു. ചൈതന്യ മഹാപ്രഭു ജാർഖണ്ഡ് കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്ത് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന സകല മൃഗങ്ങളും നായ, സോറി, സിംഹം, പുലി, വ്യാഘ്രം, ചെന്നായ, ആന, മുതല, കടുവ, സകല ഈ പറഞ്ഞ പിന്നെ മാൻപേട, അങ്ങനെ ഇരിക്കുന്ന സകല ആൾക്കാരും ഒരുമിച്ച് ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു കൃഷ്ണൻ, അല്ല ചൈതന്യ മഹാപ്രഭുവിനൊപ്പം. കാരണം അവർ മുഴുവൻ പറഞ്ഞു, അവർ തമ്മിലുള്ള വൈരാഗ്യം, പ്രകൃതിയായുള്ള വൈരാഗ്യം മറന്നുകൊണ്ട് അവരതെല്ലാം മറിച്ച് ഇതിൽ മാത്രം ചൈതന്യ മഹാപ്രഭുവിന്റെ സംഗീതത്തിൽ മാത്രം പങ്കെടുക്കാനാണ്. അപ്പൊ അത്രത്തോളം പവർഫുൾ ആയിരിക്കും സംഗീതം. അപ്പൊ ഇത് ഇവിടെ കൃഷ്ണൻ ഇങ്ങനെ ആക്ട് ചെയ്യാണ്. ഭീതവത്ത് വെച്ചാൽ ഭയം നടിച്ചുകൊണ്ട് ഇവരുടെ ഒപ്പം തന്നെ ഈ മുയലിന്റെ ഒപ്പം, മാൻപേയുടെ ഒപ്പം, സിംഹത്തിന് ഗർജനം കേൾക്കണു, പുലിയുടെ പുലി നമ്മൾ അടുത്തെത്തി കഴിഞ്ഞു, പുല്ലിന്റെ പിറകെ ഉണ്ട്, പുലി അവിടെയുണ്ട്, നമുക്ക് ഓടണം, ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് വെച്ചിട്ട് കൃഷ്ണൻ ഇങ്ങനെ ഇവരെ പോലെ ഇങ്ങനെ ഓടി ചാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പല പാസ് ടൈംസും മൃഗങ്ങളും മനുഷ്യരും വെച്ച് ഭയങ്കര പാസ് ടൈംസ് കൃഷ്ണൻ വൃന്ദാവനത്തിൽ വെച്ച് ചെയ്യണം. പ്രധാന ടെക്സ്റ്റ്. ക്വചിത് ക്രീഡാ പരിശ്രാന്തം ഗോപോത്സോങ്കായ പഠനം സ്വയം വിഷമയാത്യാർത്ഥം പാദസംഭാവനാദിവേ. When his elder brother, fatigued from playing, would lie down with his head upon the lap of a cowherd boy, Lord Krishna would help him relax by personally massaging his feet and offering other services. അപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിക്കും മണിക്കൂറുകളോളം കളിയാണ്. അപ്പം ഇടയ്ക്ക് ബലരാമന് ഒരു ക്ഷീണമായി തോന്നും. അപ്പോൾ ക്ഷീണം തോന്നിട്ടും ഏതെങ്കിലും ഗോപന്റെ മടിയിൽ എങ്ങനെ തലവെച്ച് കിടക്കും. അപ്പോൾ കൃഷ്ണൻ എല്ലാ കളിയിലും നിർത്തും. കൊയ്യോ, എൻ്റെ ചേരൻ ബലരാമന് അസുഖമാണ്, വയ്യാണ്ടേ, ഞാൻ അവനെ നോക്കണം, ബലരാമനെ നോക്കാൻ കടമ എനിക്കാണ് എന്ന് വിചാരിച്ച കൃഷ്ണൻ എന്ത് ചെയ്യും, എല്ലാ സേവകളും പിടിച്ച് നിലത്തും പിന്നെ ഫാൻ ചെയ്യും, നല്ല വിശ്രയി വെച്ചിട്ട് നന്നായിട്ട് വീശും. അത് കഴിഞ്ഞിട്ട് പുഴയത്തുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ടും എന്നിട്ട് ബലരാമനെ കുടിക്കാൻ കൊടുക്കും. അപ്പോൾ ഒരു സേവ കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് സേവ ചെയ്യേണ്ടത്? ആക്ച്വലി കൃഷ്ണൻ എന്നാണ് സുപ്രീം പേഴ്സണാലിറ്റി. പക്ഷേ കൃഷ്ണൻ നേരിട്ട് ബലരാമനെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ ബലരാമനെ മാത്രമല്ല നന്ദ മഹാരാജനെയും സേവ ചെയ്യുന്നറിയാം. നന്ദ മഹാരാജനെ ചെരുപ്പെല്ലാം എടുത്ത് തലയിൽ വെച്ചിട്ട് നന്ദ മഹാരാജനെ അടുത്ത് കൊണ്ടുകൊണ്ട് വെക്കും. ഇട്ടോളോ അച്ഛാ, ഈ പാതുക ഇട്ടോളോ, പുറത്തു പോണേക്കാൾ മുമ്പ് കാലിൽ പാതുകം വേണം. അത് തലയിൽ വെച്ചുകൊണ്ടാണ്, കൃഷ്ണൻ തലയിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടുപോകുക. അപ്പം ഇതേപോലെ കാലുകളും തടവി കൊടുത്തു, ഫാൻ ചെന്നായിട്ട് വീശി കൊടുത്തു. അതിനുശേഷം വെള്ളമെല്ലാം കൊണ്ടുവന്നു. അതിന് കൃഷ്ണൻ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിത്യന്തോ ഗായത ക്വാപി വൽഗതോ യുദ്ധ്യതോ മിഥ ഗൃഹീതഹസ്തോ ഗോപാലാൻ ഹസന്തോ പ്രശംസതോ. Sometimes the cohort boys danced, sang, moved about, and playfully fought with each other. Krishna and Balarama, standing nearby hand in hand, would glorify their friends' activities and laugh. അപ്പോൾ എല്ലാ ദിവസവും വസന്തമാണ്. എല്ലാ ഗോപന്മാരും എപ്പോഴും കൃഷ്ണനെയും ബലരാമനെയും ചുറ്റും നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുക, സ്തുതിക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവര് തമാശയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അടി കൂടും, ഫൈറ്റിംഗ് അതിന്റെ ഭാഗമാണ്. കൃഷ്ണനിൽ നിന്ന് കൊണ്ട് തന്നെയാണ്. അങ്ങനെ കൃഷ്ണനായിട്ടും ഫൈറ്റ് ചെയ്യും, ബാക്കി അംഗങ്ങളും കൂടെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ കൃഷ്ണൻ ബലരാമൻ കണ്ട് ഭയങ്കര സന്തോഷവും, ഹൈ എന്ത് രസമായിട്ട് കളിക്കണം, എല്ലാവരും കൂടിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നല്ല ഇതിൽ സന്തോഷമായിട്ട്
പല കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഫൈറ്റിംഗ് നടക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവർക്ക് രസം തോന്നി ചിരിക്കുകയാണ്. അപ്പോൾ അവതാരം മുഴുവൻ ഇവരുടെ കളികളാണ്. വൃന്ദാവനം മുഴുവൻ കൃഷ്ണനും ഗോപന്മാരും തമ്മിലുള്ള കളികളാണ്. രാത്രിയാകുമ്പോൾ കൃഷ്ണനും ഗോപിമാരും തമ്മിലുള്ള വ്യവഹാരങ്ങളാണ്. അപ്പോൾ കൃഷ്ണമയമാണ് മുഴുവൻ. വൃന്ദാവനം എപ്പോഴും കൃഷ്ണമയമാണ്. കൃഷ്ണൻ ഇല്ലാണ്ട് ഒരു ഇല പോലെ അവിടെ ഇറങ്ങില്ല. അതിന് നാനാ തരത്തിൽ ക്രീഡങ്ങളിൽ അവർ മുഴുകിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ കൃഷ്ണൻ കുറച്ച് ക്ഷീണുന്നതും ക്വചിത് പല്ലവതൽപേഷു നിയുദ്ധാശ്രമകർഷിത വൃക്ഷമൂലാംശയ രോതേ ഗോപോത്സംഗവഹണം. Sometimes Lord Krishna grew tired from fighting and lay down at the base of trees, resting upon a bed made of soft twigs and buds and using the lap of a covered friend as pillow. കൃഷ്ണൻ ആക്റ്റീവ്. എനിക്ക് വയ്യാണ്ടായിട്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് എനർജിയാ? എനിക്ക് വയ്യാണ്ട്, എനിക്ക് ക്ഷീണ, എനിക്ക് റെസ്റ്റ് ചെയ്യണം, എനിക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിന് ഒരു അടി ഞാൻ മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞ കൃഷ്ണൻ ഇങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാരെല്ലാം കൂടി നിന്നാണ് നല്ല കിളുന്ത് ശാഖകൾ കൊണ്ട് ട്വിക്സ് അതൊക്കെ എടുത്തിട്ട് മെതിഞ്ഞ് ഒരു കടക്കായിട്ട് ഒരു ചെറിയ പായയാണ് വയ്ക്കുന്നത്. എന്നിട്ട് ആ പായയിൽ കൃഷ്ണനോടെ കടത്തിയിട്ട് കൃഷ്ണ ക്ഷീണം മാറ്റാനായിട്ട് അദ്ദേഹത്തെ അവരെ ഏതെങ്കിലും ഗോപന്റെ മടിയിലെ കൃഷ്ണനെ കിടത്തിയിട്ട് കൃഷ്ണനെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ ഭയങ്കര ഹാപ്പി. കൃഷ്ണൻ നേരത്തെ സേവ ചെയ്തിട്ട് സന്തോഷിച്ചു, ഇപ്പോൾ സേവ സ്വീകരിച്ചിട്ട്. കൃഷ്ണനെ എപ്പോഴും സേവ സ്വീകരിച്ചാൽ മതി, പക്ഷെ കൃഷ്ണൻ സേവ ചെയ്യാനും ഇഷ്ടമാണ്. അപ്പം നമ്മൾ എപ്പോഴും സേവ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആനന്ദം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സേവ സ്വീകരിക്കുന്നേക്കാൾ നല്ലത് സേവ ചെയ്ത് ആനന്ദം ഉണ്ടാക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം പ്ലീസ് ചെയ്യുന്നത് ഭഗവാനെയാണ്, കൃഷ്ണനെയാണ്. അതിന് ക്രമേണ ബാക്കി ജീവാത്മാക്കളെ നമുക്ക് സേവ ചെയ്യാം. പക്ഷെ അത് മാത്രമായിരിക്കരുത് ജീവിതത്തിന്റെ ലക്ഷ്യം. അത്യാവശ്യത്തിന് ചെയ്യാം, പക്ഷെ കൂടുതൽ എന്താണ് ഭഗവാന്റെ സേവ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഭഗവാൻ നമുക്ക് പഠിപ്പിക്കുകയാണ് സേവ എങ്ങനെ ചെയ്യാം, എങ്ങനെ സേവ സ്വീകരിക്കാം. വൈഷ്ണവന് സേവ സ്വീകരിക്കുന്നതിന് താല്പര്യമില്ല, വൈഷ്ണവന് സേവ ചെയ്യാനാണ് താല്പര്യം. പ്രഹ്ലാത്മരാജാവിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് നമ്മളെല്ലാം. അപ്പോൾ വരം യാചിച്ചപ്പോൾ ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, കർമ്മികളാണെന്ന് വിചാരിക്കണം. കർമ്മികളുടെ പ്രോസസ്സാണ്. ഇടയ്ക്കിടയ്ക്ക് വരം ചോദിക്കുക, വരം കിട്ടിയിട്ട് സന്തോഷമാകുക. പക്ഷെ അഥവാ വരം വേണമെങ്കിൽ തന്നെ എനിക്കാകെ ഒരു കാര്യമുള്ളൂ, എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന കാമത്തിനെ വേരോട് കൂടിയിട്ട് പുറത്തെടുക്കണം. അപ്പൊ അത് ഭഗവാൻ സാധിച്ചു കൊടുക്കണം. ഹൃദയത്തിരിക്കുന്ന സകല കാമവും ഇല്ലാതാക്കണം ഭഗവാനെ, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമ്മുടെയും ആ ആഗ്രഹം അതായിരിക്കണം. കൃഷ്ണനെ സേവ ചെയ്യാൻ, കൃഷ്ണൻ കൂടുതൽ നല്ല സേവ ചെയ്യാനായിട്ട് മലിനമായിട്ടിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ അവബോധം കൂടുതൽ പ്യൂരിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്വാളിറ്റി സർവീസ് കൃഷ്ണ കൊടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമുക്ക് കൃഷ്ണനെ യാചിക്കാം. കുറേ പ്യൂരിഫിക്കേഷൻ വേണം. So that we can serve you better and more nicely. ഇവിടെ ഇതെല്ലാം സേവ എന്താണ്, സേവ എങ്ങനെ സ്വീകരിക്കാം, അതൊക്കെ കുറിച്ചിട്ടുള്ള വളരെ ഭഗവാൻ തന്നെ സ്വയം വന്നിട്ട് കാണിച്ചു കൊടുക്കണം. ഇതാണ് മറ്റുള്ള മാതൃക. ഇതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ ഫിലോസഫി എല്ലാം ഉണ്ടാക്കുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ.